ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവം നമ്മെ മരണത്തിൽ നിന്നും വിടുവിച്ച് കാലുകളെ ഇടർച്ചയിൽ നിന്നും വിടുവിച്ച് നിർത്തുന്നത് എന്തിനാണ് എന്ന് 56-ാം സങ്കീർത്തനത്തിൻ്റെ 13-ാമത്തെ വചനത്തിൽ നമ്മൾ പറയുന്നു. അതിനകത്തിൽ പറഞ്ഞിരിക്കുകയാണ്, ഞാൻ ദൈവത്തിൻ്റെ മുമ്പാകെ ജീവൻ്റെ പ്രകാശത്തിൽ നടക്കേണ്ടതിന് നീ എൻ്റെ പ്രാണനെ മരണത്തിൽ നിന്നും എൻ്റെ കാലുകളെ ഇടർച്ചയിൽ നിന്നും വിടുവിച്ചുവല്ലോ. അപ്പോൾ ജീവൻ്റെ പ്രകാശത്തിൽ നടക്കേണ്ടതിന് വേണ്ടിയാണ് ദൈവം നമ്മെ ഓരോ പ്രശ്നത്തിൽ നിന്ന്, അല്ലെങ്കിൽ മരണത്തിൽ നിന്ന്, അല്ലെങ്കിൽ ഇടർച്ചകളിൽ നിന്ന്, വീഴ്ചയിൽ നിന്ന് വിടുവിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കണം. ആ വിടുവിച്ച് കഴിയുമ്പോൾ നാം എന്താണ് ചെയ്യേണ്ടതെന്ന് 12-ാം വചനത്തിൽ പറയുകയാണ്, ദൈവമേ, നിനക്കുള്ള നേർച്ചകൾക്ക് ഞാൻ കടപ്പെട്ടിരിക്കുന്നു, ഞാൻ നിനക്ക് സ്തോത്രയാഗങ്ങളെ അർപ്പിക്കും. അപ്പം ദൈവം ചെയ്യുന്ന ഉപകാരങ്ങൾക്ക് കടപ്പാട് ഉള്ള ഒരു വ്യക്തിയാണോ? ദൈവം ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദൈവത്തിന് ഇഷ്ടമുള്ള യാഗം അർപ്പിക്കുവാൻ നാം ഓരോരുത്തരും നമ്മെ തന്നെ സമർപ്പിക്കും. സങ്കീർത്തനക്കാരൻ പറയാണ്, ഞാൻ കടപ്പെട്ടിരിക്കുന്നു, എൻ്റെ കടം തീർക്കാനൊക്കത്തില്ല. ദൈവം ചെയ്യുന്ന ഓരോ ഉപകാരങ്ങൾക്ക് ദൈവത്തിന് നാം അന്ത്യം വരെയും ആയിരിക്കും എന്നുള്ളതാണ് അവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ദൈവം നമ്മെ ആ ദൈവത്തിന് പ്രസാദമുള്ള സ്തോത്രയാഗങ്ങൾ അർപ്പിച്ചുകൊണ്ട് ജീവിക്കുവാൻ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിരമിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടും.